സുഹൃത്തുക്കളെ, ആധാറുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സ് തരുവാനാണ്. നമ്മൾ ആധാറുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്കുള്ള സംശയമാണ് ആധാറിൽ അവനവൻ്റെ ആധാർ ഉപയോഗിച്ച് എടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ ലിങ്ക് ചെയ്യണമെന്ന്. അങ്ങനൊരു നിബന്ധന ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ ഉപയോഗിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ ലിങ്ക് ചെയ്യാം. ഇനി ഇല്ലെങ്കിൽ കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാം. പ്രവാസികളായിട്ടുള്ള ആളുകളുണ്ടാവും, അവർക്ക് അവരുടെ കുടുംബാംഗങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാം. കാരണം പല സംഗതികളിലും OTP എടുക്കണമെങ്കിൽ അവർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത നമ്പർ ആണെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് കൃത്യമായിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്പർ എപ്പോഴും ലിങ്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്കുള്ള സംശയമാണ് ഒരു മൊബൈൽ നമ്പർ എത്ര ആധാറിൽ ലിങ്ക് ചെയ്യാം, അതിന് ലിമിറ്റേഷൻ ഉണ്ടോ? ആദ്യമൊന്നും ഇതിന് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നില്ല, നിലവിൽ ലിമിറ്റേഷൻ ഉണ്ട്. 4 ആധാർ വരെ ഒരു മൊബൈൽ നമ്പറിൽ ലിങ്ക് ചെയ്യാം. പിന്നെ ചില ആളുകൾക്കുള്ള ഒരു വിഷയമാണ് ഇപ്പം പുതുതായിട്ട് ആധാർ എൻറോൾമെൻറ്റ് നടത്തുന്ന ആളുകൾ, 18 വയസ്സിന് മുകളിലുള്ള ആളുകൾ, അവർക്ക് ആധാർ ലഭിക്കുവാൻ കാലതാമസം വരുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും പോയിട്ട് മറ്റൊരു സെൻറ്ററിൽ പോയിട്ട് ആധാറിന് വീണ്ടും അപ്ലൈ ചെയ്യും, ആദ്യത്തെ കാര്യം മറച്ചു വെച്ചിട്ട്. ഇതുമായി ബന്ധപ്പെട്ട് അറിയാനുള്ളത്, ഇപ്പോൾ 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ആധാർ നൽകണമെങ്കിൽ അതിന് പ്രത്യേകം വെരിഫിക്കേഷൻ പൂർത്തിയായിട്ട് മാത്രമാണ് ചെയ്യാൻ സാധിക്കുക, കിട്ടുകയുള്ളൂ. 180 ദിവസം വരെ ഇതിന് UIDA സമയം പറയുന്നുണ്ട്, അതിനിടയിലാണ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിനിടയിൽ വീണ്ടും പോയി നമ്മൾ മറ്റൊരു സെൻറ്ററിൽ പോയിട്ട് ആധാറിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുക, ആധാർ അപേക്ഷ റീഡ്യൂപ്ലിക്കേഷൻ ചെയ്യും, രണ്ടും QC ചെക്കിങ്ങിൽ റിജക്റ്റ് ആവും. അതുകൊണ്ട് അത്തരം ബുദ്ധി ആരും ചെയ്യാതിരിക്കുക. പിന്നെ ആധാറുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്കുള്ള വിഷയമാണ് ആധാർ അഡ്രസ്സിന് അപ്ഡേറ്റ് കൊടുക്കുക, വേറെ രേഖകൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു ഫോം ഉണ്ട്, ആ ഫോം സർട്ടിഫിക്കറ്റ് ഫോട്ടോ ഒടിച്ചിട്ടുള്ള ആ ഫോമാണ് കൊടുക്കുക. അപ്പോൾ ചില ആളുകൾ പറയും ഇതിങ്ങനെ കൊടുത്തിട്ട് വീണ്ടും റിജക്റ്റ് ആയി പോകുന്നുണ്ട് എന്ന വിഷയം. അപ്പോൾ നമ്മൾ ഈ ഫോം കൃത്യമായിട്ട് ഇതിൻ്റെ ഫില്ല് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ ഒരു ഓവർ റൈറ്റിംഗ് പാടില്ല. അതേപോലെ തന്നെ ഇതിൽ എവിടെയെങ്കിലും നമ്മൾ വൈറ്റിങ്ങറോ മറ്റു കാര്യങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല. ഇതിൽ ഫോട്ടോയുടെ മുകളിൽ ഇതിൽ ഒപ്പിടുന്ന ഗസ്റ്റഡ് ഓഫീസറോ അല്ലെങ്കിൽ MLA MP ആരാണോ അതിൽ ഒപ്പിടുന്ന ആ ആള് ഫോട്ടോയ്ക്ക് മുകളിൽ കൃത്യമായിട്ട് സൈൻ ചെയ്യണം. അതിനൊരു സ്ഥലം പറഞ്ഞിട്ടുണ്ട്, അതിനൊരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റ് പ്രകാരം തന്നെ കൃത്യമായിട്ട് ഒപ്പിടണം. അതേപോലെ തന്നെ താഴെ ഈ സീല് പതിക്കുമ്പോൾ, ആളുടെ സീല് പതിക്കുമ്പോൾ ഫോട്ടോ പകുതിയായിട്ടും താഴെ ഭാഗത്തും വരുന്ന തരത്തിൽ അങ്ങനെ തന്നെ പതിക്കണം. അതേപോലെ തന്നെ താഴെ അടിക്കുന്ന സീലൊക്കെ അടിക്കുന്നവരോ കൃത്യമായിട്ട് അടിക്കുക, അതിൻ്റെ സ്ഥലങ്ങളിൽ ടിക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് എന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം മാത്രമാണ് നിങ്ങൾ ഈ ഒരു അഡ്രസ് അപ്ഡേറ്റ്സിന് കൊടുക്കാൻ പാടുള്ളൂ. എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ അഡ്രസ് അപ്ഡേറ്റ് ആയി കിട്ടും. അപ്പോൾ അത്തരം ആളുകൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ആധാറുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഈ കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി വിവരം ഷെയർ ചെയ്തേക്കുക.